അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരുവിധം നമ്മൾ കാറി വലിഞ്ഞു കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയത്തുള്ള തുരുത്തുകുരി ഷാപ്പിലോട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ അവരുടെ കൂടെ ഞാനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എൻ്റെ കൂടെ ഉള്ള ഇപ്പം മാമൻ മാമി ഞങ്ങൾ ഇത്ര പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഷാപ്പിലോട്ട് പോകുന്ന വഴിയാണ്. ഇനി അവിടെ ചെന്നൊരു ബാക്കി വിശേഷങ്ങൾ അറിയാം. ഇപ്പോൾ നമ്മൾ ഏകദേശം കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം എത്ര മണിക്കൂറുകളുണ്ട് മാമ? അരമണിക്കൂറും കൂടെ നമുക്കിനി പോകണം. നമ്മൾ എന്തായാലും ഒരു ഊണ് സമയമാകുമ്പോൾ നമ്മൾ അവിടെ എത്തിയിരിക്കും. അവിടെ ചെന്നിട്ട് ഇനി കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ ഏകദേശം നമ്മൾ അവിടെ എത്താൻ തന്നെ ആയിട്ടുണ്ട്. ഇപ്പം എത്ര മണിയായി മാമി? 1:50 ആയിട്ടാണ്. നമ്മളൊരു 2 മണിയോടെ അവിടെ എത്തും. അപ്പോൾ നമ്മൾ തുരുത്തിത്തറ ഷാപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 2-4 മണിക്കൂർ അടുത്തോളമായി. നമ്മൾ ഏകദേശം കറക്റ്റ് 2 മണിയായപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പം മാമൻ കാറ് പാർക്ക് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് അകത്തോട്ട് പോകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഷാപ്പിൽ വന്ന് ഷാപ്പിൽ ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് അത്യാവശ്യം ഫേമസ് ആയ ഒരു ഷാപ്പാണ് ഈ തുരുത്തിത്തറ ഷാപ്പ് എന്ന് പറയും. അത്യാവശ്യം നല്ല ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഷാപ്പിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അകത്തോട്ട് കയറിയിട്ട് ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു നല്ല തണുത്ത ഫീലാണ് കിട്ടുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ചുറ്റിനും റബ്ബറാണ്. അത് മാത്രമല്ല ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ വിളിച്ച് കുക്ക് ചെയ്താൽ മതി, അവർ കുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഫാമിലിയാണ് ഇവിടെ കൂടുതൽ വരുന്നത്. ഈ കൊച്ചുകുട്ടിയെ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇനി നമുക്ക് ഇവരുടെ കിച്ചണിലോട്ടൊന്ന് പോയി നോക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സണ്ണി. നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ താറാവ്, പതിച്ചാപ്പ്, ഞണ്ട്, ചെമ്മീന്, കൂന്തല്, എല്ലാ ഐറ്റം ഉണ്ട്. വരാല് വറുത്തത്, കരിമീൻ പൊള്ളിച്ചത്, ഫിഷ് പൊളി, കപ്പ ബിരിയാണി, മുയലുണ്ട്. ഇവിടെ മേടിച്ച് കൊല്ലുന്നതാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഏറ്റവും കൂടുതൽ നമ്മൾ ഉച്ച ടൈമിലായിരിക്കും ആൾക്കാർ വരുന്നല്ലേ? രാവിലെ ഇന്നലെ പറഞ്ഞായിരുന്നു. നമ്മുടെ ഇവിടെ ഓപ്പൺ ആവുന്നത് എപ്പോഴാണ്? ഓപ്പൺ ആവുന്ന 8 മണിയാകുമ്പോൾ സംഗതി റെഡിയാ. രാവിലെ 8 മണിക്ക് ഓപ്പൺ, വൈകിട്ട് ഒരു 8:30 വരെ. എല്ലാം ഫ്രഷ് സാധനങ്ങളാണ് കൊടുക്കുന്നത്. നാടൻ ഫുഡാണ്. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ വരുന്നത്. നമ്മളിപ്പോൾ ഈ അടുക്കള കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മേടിച്ച് കഴിച്ച് അതിൻ്റെ രുചിയും കാര്യങ്ങളെല്ലാം നമുക്കിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരും. പിന്നെ പരാതി പറക്കാനാണ്, തങ്ക് പറക്കാനൊക്കെ ഉണ്ട്, കാരി പറക്കാനുണ്ട്, കരിമീൻ മാത്രം പറഞ്ഞു. കള്ളപ്പ 2 മിനിറ്റ് അല്ലേ? അല്ലെ കള്ളപ്പ താറാവപ്പാസൊക്കെ നല്ലല്ലേ? എനിക്ക് കള്ളപ്പം ബീഫ് ഫ്രൈ. നമ്മൾ തുരുത്തുകുരി ഷാപ്പിൽ വന്ന് നമ്മൾ കരിമീൻ ഫ്രൈ, ബീഫ് ഫ്രൈ, കള്ളപ്പം, കാട ഫ്രൈ, ഇത്ര നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയുള്ള മുന്തിരിക്കള്ളം, മധുരക്കള്ളും നമ്മൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ ഒഴിച്ച് സെറ്റാക്കി നൈസിന് എല്ലാവരും കൂടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ബീഫ് ഫ്രൈ, ചൂട് വറുത്തത്, കപ്പ, ഇതെന്തോടാ താറാവ് ഇറച്ചി, പിന്നെ താറാവ് മപ്പാസ്, പിന്നെ ഇത് കള്ളപ്പം. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ കുറച്ച് കാര്യങ്ങളൂടെ
ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കാട ഫ്രൈയും കാര്യങ്ങളൊക്കെ വരും. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫുഡൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം സൂപ്പറായിരുന്നു. സൂപ്പർ. ഞങ്ങളങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിച്ച് എല്ലാവരും വയറ് നിറഞ്ഞിരിക്കുക. പക്ഷെ ഞങ്ങളുടെ കൂടെ മാമനങ്ങ് അടിച്ച് ഫിറ്റായിട്ടിരിക്കുക. മാമി മാമൻ മോൻ എല്ലാം ഫിറ്റ് അടിച്ച് ഫിറ്റാണ്. 2 കയ്യിൽ വെച്ചിട്ട് വെച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ പുതിയൊരു അതിഥികളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വരാനുണ്ടായിരുന്നു. കുഞ്ഞായി സ്കൂളുണ്ടായിരുന്നു. കുഞ്ഞായി വന്നില്ല. അതിന് പകരം ഒരു അതിഥി കിട്ടിയെന്ന് പറയാം. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഫുഡ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ. മാമി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഞങ്ങള് കഴിച്ച് വയറൊക്കെ നിറച്ച് ഇവിടുന്ന് ഇറങ്ങിയവയാണ്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട്. വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഈ ഷാപ്പിനെ കുറിച്ച് പറയാനുള്ളത്, ഒന്ന് ഇവിടുത്തെ നല്ല ഫുഡ്, നല്ല പാർക്കിംഗ് സ്പേസ്, നല്ല ആംബിയൻസ്, പിന്നെ ഇവർക്ക് ചെറിയ മിനി റിസോർട്ടുണ്ട് ഈ ഷാപ്പിൻ്റെ തന്നെ. നിങ്ങളിപ്പോൾ വൈകുന്നേരം ഇവിടെ എത്തിപ്പെടുന്നത്, നിങ്ങൾക്ക് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത ആ മിനി റിസോർട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് രാത്രിയിലെ ഫുഡും രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും കഴിഞ്ഞ് നിങ്ങളുടെ യാത്ര വീണ്ടും ഇവിടുന്ന് തുടരാം. അങ്ങനെയുള്ള ഫെസിലിറ്റീസും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫാമിലിയാണ് ഇവിടെ കൂടുതൽ വരുന്നത്. ഫാമിലിയായിട്ട് വന്ന് നിങ്ങളുടെ വീക്കെൻഡ് അടിച്ച് കുളിച്ച് നല്ല വൈബോടെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ഈ ഷാപ്പ് ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഷാപ്പിൻ്റെ കോൺടാക്ട് നമ്പറും ഇതിൻ്റെ ലൊക്കേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ.